പക്ഷേ ഇതിനിടയിൽ അധികം ആരും ചർച്ച ചെയ്യപ്പെടാത്തതും മറ്റൊരു തരം നാർസിസം ഉണ്ട്. അത് കോവർട്ട് നാർസിസിസ്റ്റിക് ഡിസോർഡറാണ്. പ്രധാനമായിട്ടും വൾണറബിൾ നാർസിസം എന്നും അതിന് പേരുണ്ട്. രഹസ്യ നാർസിസിസ്റ്റുകൾ എന്നാണ് മലയാളത്തിൽ അതിന് പറയുന്നത്. ഇവർ മറഞ്ഞിരിക്കുന്നവരാണ്. ഇവരെന്താണ് എന്ന് പുറമേ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ പേഴ്സണൽ സ്പേസിൽ, പ്രത്യേകിച്ച് അവരുടെ പാർട്ട്ണർ ആയ ആളുകളുടെ അടുത്തായിരിക്കും അവരവരുടെ ഭീകരമായ സ്വഭാവങ്ങൾ എപ്പോഴും പുറത്തെടുക്കുക. എന്ന് വെച്ചാൽ പുറമേ ആളുകൾ വിചാരിക്കും ഈ തങ്കപ്പെട്ട ആളാണല്ലോ, അതെ, ഇയാൾ ഇങ്ങനെ ചെയ്യുമോ എന്ന് മറ്റുള്ളവർ ചിന്തിച്ചു പോകും. പക്ഷേ ഒരു ഇന്നർ സർക്കിൾ, ഭാര്യയും ഭർത്താവും തന്നെ ആയിരിക്കുമ്പോൾ ഇവർ ഉണ്ടാക്കുന്ന ഭീകരാവസ്ഥ ചിന്തിക്കുന്നതിനേക്കാൾ വലിയതായിരിക്കും. വൾണറബിലിറ്റി, ജെന്റിൽനെസ്, ഇതായിരിക്കും ഇവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ അവരെപ്പോഴും വിക്ടിം മെന്റാലിറ്റി ആയിരിക്കും എപ്പോഴും എടുക്കുക. അവർ ഉപദ്രവിച്ചു, എന്നെ അയാൾ, അതായത് എൻ്റെ പാർട്ട്ണർ ആരാണോ, അതൊരു ആണാകാം, പെണ്ണാകാം, വൈഫാകാം, ഹസ്ബൻഡാകാം, ആരാണോ ആ പാർട്ട്ണറാൽ ഞാൻ ഇരയാക്കപ്പെടുന്നു. എൻ്റെ ജീവിതം അയാൾ വേട്ടയാട്ടി നശിപ്പിച്ചിരിക്കുന്നു. ഇയാളുടെ പെരുമാറ്റങ്ങളുടെ, ഇയാളുടെ സ്വഭാവങ്ങളുടെ, ഇയാളുടെ ആർത്തുകളുടെ, ഇയാളുടെ മൈൻഡ് സെറ്റിൻ്റെ, ഇയാളുടേതായിട്ടുള്ള കാരണങ്ങളുടെയൊക്കെ ഇരയാണ് ഞാൻ എന്ന രീതിയിൽ ഈ CNPD ഉള്ള വ്യക്തികൾ വിചാരിക്കുകയും അത് ആ ആളെ കൊണ്ട് തന്നെ വിശ്വസിപ്പിക്കുകയും ചെയ്യും.